ലക്നൗ നഗരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. കാൺപൂരിൽ നിന്ന് വിളിച്ച ഒരു ടാക്സിയിൽ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി വന്നതാണ് ഇവിടെ. യുപിയുടെ തലസ്ഥാന നഗരം, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ ആസ്ഥാനം. അവിടുത്തെ ഏറ്റവും ചരിത്രമുള്ള ചില പ്രദേശങ്ങളിലേക്കാണ് ആദ്യം എത്തുന്നത്. ഇന്ത്യയിലെ ഏതൊരു നഗരവും പോലെ അടുക്കും ചിട്ടയില്ലായ്മയുമൊക്കെ കാണാമെങ്കിലും ചരിത്രത്തിന്റെ വലിയ ഈടുവെപ്പുകളും ശേഷിപ്പുകളും ഇവിടെ കാണാം. ഇലക്ട്രിക് ഓട്ടോകൾ നിരന്നുകിടക്കുന്ന മനോഹരമായി കല്ലുവിരിച്ച പാതയിലൂടെ എത്തുന്നത് ഒരു വലിയ കവാടത്തിലേക്കാണ്. ഒരു വലിയ ഗേറ്റ്, ഛോട്ട ഇമാംബാറ എന്ന ഒരു ചരിത്ര നിർമ്മിതിയുടെ കോമ്പൗണ്ടിലേക്കുള്ള ഒരു ഗേറ്റാണിത്. ഇത്തരത്തിൽ 4 ഗേറ്റുകളുള്ള ഒരു നടുമുറ്റത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഗേറ്റുകൾ 4നെയും കണക്ട് ചെയ്തുകൊണ്ട് കെട്ടിടങ്ങളുടെ ഒരു പരമ്പരയുണ്ട്. പണ്ട് നവാബ് ഭരണകാലത്തെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഇവിടം. നവാബിന്റെ കൊട്ടാരമൊക്കെ ഉണ്ടായിരുന്ന പ്രദേശം. അതിനകത്ത് കച്ചവട കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ പീടികകളൊക്കെ മാറി ഇന്ന് പുതിയ കാല കച്ചവടങ്ങൾ വന്നിരിക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെ 4 പടിപ്പുരകളുണ്ട്. അതിൽ ഞാൻ കടന്നുവന്ന പടിപ്പുരയുടെ ചുവട്ടിലേക്ക് നടന്നു. ഛോട്ട ഇമാംബാറയുടെ ഒരു ഗേറ്റ്. ലക്നൗ അവധ് എന്ന നാട്ടുരാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കാലത്ത് ഇവിടുത്തെ ഒരു സഭാമന്ദിരമായിരുന്നു ഛോട്ട ഇമാംബാറ. അവധിലെ നവാബ് ആയിരുന്ന മുഹമ്മദ് അലി ഷായാണ് അത് നിർമ്മിച്ചത്. 18-19 നൂറ്റാണ്ടുകളിൽ ഈ മേഖലയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു അവധ്. ഇറാനിയൻ വേരുകളുള്ള ഷിയ മുസ്ലിങ്ങളായിരുന്നു അവധിലെ നവാബുമാർ. ഇറാനിയൻ ശൈലിയിലാണ് അവർ ഇവിടെ ഒരു ഇമാംബാറ നിർമ്മിച്ചതും. നീളൻ കെട്ടിടങ്ങൾ അതിരിട്ടു നിൽക്കുന്ന വലിയൊരു ചത്വരം. അതിന്റെ ഭാഗം തന്നെയാണ് വലിയ ഗേറ്റുകൾ. 175 വർഷത്തിലേറെയായി സജീവമായ ഒരു ചത്വരമാണിത്. അവധ് സന്ദർശിക്കുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ആചാരപരമായ സ്വീകരണം നൽകിയിരുന്ന ഒരിടവുമാണിത്. ഒരു ഭാഗത്ത് പിന്നിൽ 7 ഭുജങ്ങളുള്ള ഒരു വാച്ച് ടവർ. നവാബ് മുഹമ്മദ് അലി ഷായുടെ കാലത്ത് 1842 പണി പൂർത്തിയായതാണ് സാദ് ഖണ്ഡ എന്ന ആ ടവർ. ഈ കാണുന്ന കെട്ടിടം നൗബത്ത് ഖാന എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ നേരെ എതിർവശത്ത് ഛോട്ട ഇമാംബാറയിലേക്കുള്ള ഗേറ്റ്. ഇതാണ് അത്, ഛോട്ട ഇമാംബാറയിലേക്കുള്ള പ്രധാന കവാടം. അതിനു മാത്രം ഒരു തേൻ നിറമാണ്. ബാക്കിയുള്ള ഗേറ്റുകൾക്കെല്ലാം വെള്ള നിറവും. ഛോട്ട ഇമാംബാറയുടെ അകത്തേക്ക് ഗേറ്റ് കടന്നു ചെല്ലാം. ചെറിയൊരു ഫീസേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു ഗൈഡിനെയും കിട്ടും. ഈ ഗേറ്റ് കടന്നാണ് ഞാൻ അകത്തേക്ക് കയറി വന്നത്. ആ ടവറിന്റെ മുകളിൽ നിന്ന് ഒരു ചെങ്ങല താഴേക്ക് നീണ്ടു കിടക്കുന്നുണ്ട്. ഒരു പ്രതിമയാണ് അതിന്റെ ഒരറ്റം പിടിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ലൈറ്റ്നിംഗ് അറസ്റ്ററാണ് ആ ചെങ്ങല. അങ്ങകലെ കാണുന്നത് മുഹമ്മദ് അലി ഷാ എന്ന നവാബിന്റെ ടൂംബാണ്. താജ്മഹലിന്റെ ചെറിയൊരു മാതൃക എന്നോണമാണ് ഈ ടൂംബ് നിർമ്മിച്ചിരിക്കുന്നത്. അവധിന്റെ 3ാമത്തെ നവാബായിരുന്ന മുഹമ്മദ് അലി ഷായുടെ മകൾ അസിയ ബീഗത്തിനു വേണ്ടിയാണ് ആ ടൂംബ് നിർമ്മിച്ചത്. പിന്നീട് മുഹമ്മദ് അലി ഷായെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഏതാനും അംഗങ്ങളെയും സംസ്കരിച്ചതും ആ ടൂംബിലാണ്. ഞാൻ ഗൈഡിനെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അയാൾ എന്നെ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ഒരു ഹമാമിലേക്കാണ്. ഷാഹി ഹമാം, ഒരു കുളിപ്പുരയാണ്. ഇതാണ് ഷാഹി ഹമാം. ഗൈഡ് വലിയ തിരക്കിലാണ്. എന്നെ പെട്ടെന്ന് ഇതൊക്കെ കാണിച്ചിട്ട് പോയി അടുത്തയാളെ പിടിക്കണം. ഹമാമിനകത്തേക്ക് കയറി. രാജകീയ കുളിപ്പുര. മുഹമ്മദ് അലി ഷാ കുളിക്കാൻ വന്നിരുന്ന സ്ഥലം. കുളിക്കുന്നതിന് മുൻപും കുളിച്ചതിന് ശേഷവുമൊക്കെ നവാബ് വിശ്രമിച്ചിരുന്ന സ്ഥലം ഇതാണ്. എണ്ണ പുരട്ടി കാത്തിരിക്കുന്ന ഇടമായിരിക്കണം. മാർബിളും മറ്റും കൊണ്ട് 19ാം നൂറ്റാണ്ടിൽ വളരെ മനോഹരമായി പണിതിരിക്കുന്നതാണ്. ടർക്കിഷ് ശൈലിയിലുള്ള ബാത്ത് ഹൗസാണിത്. തണുത്ത വെള്ളവും ചൂടുവെള്ളവും നീരാവിയുമൊക്കെ ലഭിക്കുന്ന മുറികൾ ഇതിലുണ്ടായിരുന്നു. അടുത്ത ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ശരിക്കുമുള്ള പ്രധാന കുളിപ്പുര. ഷവറുകൾ ഉണ്ടായിരുന്നു ഇതിന്റെ മുകളിൽ നിന്ന്. അതിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴും. അതുപോലെ ബാത്ത് ടബുകൾ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങേയറ്റത്ത് കാണുന്നത് ഒരു ബാത്ത് ടബാണ്. അതിന്റെ സമീപത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ബാത്ത് ടബാണ് ഇത്. ഇതിലിറങ്ങി കുളത്തിലെന്ന പോലെ കുളിക്കാം. അതിനപ്പുറത്ത് ലൈറ്റിട്ട് വെച്ച മുറി ചേഞ്ചിങ് റൂമായിരുന്നു. വസ്ത്രം മാറുന്ന മുറി.
വേറൊരു ഭാഗത്ത് മറ്റൊരു വലിയ ടബുണ്ട്. ചൂടുവെള്ളത്തിൽ കുളിക്കാനുള്ള സംവിധാനമായിരുന്നു ഇത്. അതിലും ഇറങ്ങി ഒരു കുളത്തിലെന്ന പോലെ കുളിക്കാം. കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഗൈഡ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. പല മുറികൾ. ഈ കാണുന്ന കെട്ടിടങ്ങൾ ഇവിടുത്തെ അതിഥി മന്ദിരങ്ങളായിരുന്നു. നവാബുമാരുടെ വിശേഷപ്പെട്ട അതിഥികൾ വന്നാൽ താമസിക്കുന്ന ഇടം. വലിയൊരു കോംപ്ലക്സ് ആണത്. നേരെ മുന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന നിർമ്മിതി. ഇമാംബാറ ഹുസൈനാബാദ് മുബാറക് എന്നറിയപ്പെടുന്ന മന്ദിരം. അവിടെയാണ് നവാബ് മുഹമ്മദ് അലി ഷായുടെ കാലത്ത് രാജ്യസഭ ചേർന്നിരുന്നത്. മുഗൾ ഭരണകാലത്ത് അവരുടെ വിശ്വസ്തരായി അവധ് രാജ്യം ഭരിച്ചിരുന്നവരാണ് നവാബുമാർ. ആദ്യകാലത്ത് ഫൈസാബാദ് ആയിരുന്നു അവരുടെ തലസ്ഥാനം. 1755 അസഫ് ഉദൌള എന്ന നവാബ് തലസ്ഥാനം ഇവിടെ ലഖ്നൌവിലേക്ക് മാറ്റി. തുടർന്ന് ഒരു നൂറ്റാണ്ടുകാലം ലഖ്നൌ ആയിരുന്നു അവധിന്റെ ഭരണസിരാ കേന്ദ്രം. 1837 മുതൽ 5 വർഷം അവധ് ഭരിച്ച മുഹമ്മദ് അലി ഷായുടെ കാലത്താണ് ഇവിടുത്തെ സുന്ദര മന്ദിരങ്ങളുടെയെല്ലാം പണി പൂർത്തിയായത്. അതിനും എത്രയോ വർഷം മുൻപ് ഇവയുടെയൊക്കെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. ചോട്ട ഇമാംബാറയുടെ പണികൾ പൂർത്തിയാവാൻ 53 വർഷമെടുത്തെന്നാണ് കണക്ക്. ഇന്നത്തെ ഉത്തർപ്രദേശിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തെ 68,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശമായിരുന്നു പഴയ നാട്ടുരാജ്യമായ അവധ്. സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു അത്. ആദ്യകാലത്ത് മറാത്ത സാമ്രാജ്യത്തിന്റെയും മുഗൾ സാമ്രാജ്യത്തിന്റെയും ഭാഗമായിരുന്നെങ്കിലും പിന്നീട് അവരിൽ നിന്നെല്ലാം അവധ് സ്വാതന്ത്ര്യം നേടി. ബ്രിട്ടീഷ് രാജിന്റെ കാലത്തും തങ്ങളുടെ സമ്പത്തും പ്രതാപവും കൊണ്ട് ഒരു സ്വതന്ത്ര രാജ്യം പോലെ നിലകൊള്ളുകയായിരുന്നു അവധ്. 1856 ബ്രിട്ടീഷുകാർ അവധിനെ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസിൽ ലയിപ്പിച്ചതോടെയാണ് നവാബ് ഭരണത്തിന്റെ പ്രാധാന്യം നഷ്ടമായത്. പുറത്തേക്കിറങ്ങുമ്പോൾ നേരെ മുന്നിൽ കാണുന്നത് നൗബത്ത് ഖാനയാണ്. വിശേഷാവസരങ്ങളിലും അതിഥികൾ എത്തുമ്പോഴും തമ്പേർ മുഴങ്ങിയിരുന്ന കെട്ടിടം. വികാസിന്റെ കാറിൽ കയറി അടുത്ത ചരിത്ര നിർമ്മിതിയിലേക്ക് യാത്ര തുടങ്ങി. അന്തരീക്ഷം മൂടിക്കെട്ടി നിൽക്കുകയാണ്. വലിയ തെളിച്ചമില്ല. ഞങ്ങൾ പടിപ്പുര കടന്ന് യാത്ര തുടർന്നു. ധാരാളം ഇലക്ട്രിക് ഓട്ടോകളും മറ്റു വാഹനങ്ങളുമുള്ള തിരക്കിന്റെ ഒരു തെരുവാണിത്. പക്ഷേ താരതമ്യേന ലഖ്നൌവിലെ തിരക്ക് ഇവിടെയില്ല. ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമായതുകൊണ്ട് അടുത്ത കാലത്ത് നവീകരിച്ച സ്ഥലങ്ങളാണിത്. കോബിൾ സ്റ്റോൺ വിരിച്ച നല്ല വീതിയുള്ള പാത. നവാബുമാരുടെ ഭരണകാലത്തും ബ്രിട്ടീഷ് രാജിന്റെ കാലത്തുമൊക്കെ വലിയ പ്രാധാന്യമുണ്ടായിരുന്ന നഗരഭാഗമാണിത്. ഇടതുവശത്ത് അകലെ ഒരു ക്ലോക്ക് ടവർ കാണാം. ഖണ്ഡാഗർ എന്നാണ് ഈ ക്ലോക്ക് ടവർ പ്രാദേശികമായി അറിയപ്പെടുന്നത്. അതിന് സമീപത്ത് ഒരു കുളമുണ്ട്. ഖണ്ഡാഗർ തലാബ് എന്ന് പേര്. മനോഹരമായി കൽപ്പടവുകൾ കെട്ടിയൊരുക്കിയ വിശാലമായ ഒരു കുളം. നവാബ് ഭരണകാലത്തെ നിർമ്മിതിയാണ്. അടുത്ത കാലത്ത് ഇതൊക്കെ ഒന്ന് നവീകരിച്ചിട്ടുണ്ട്. ചുവന്ന സാൻഡ്സ്റ്റോൺ കൊണ്ട് കെട്ടിയൊരുക്കിയ കുളം. കുളത്തിന്റെ പടവുകൾ ഒരു ഭാഗത്ത് ഒരു ഗാലറി പോലെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനു മുന്നിലായി ഒരു പൗലിനുമുണ്ട്. 1838 മുഹമ്മദ് അലി ഷായാണ് അത് നിർമ്മിച്ചത്. സംഗീതത്തിന്റെയും കവിതകളുടെയും അവതരണത്തിനുള്ള വേദിയായിരുന്നു പൗലിയൻ. കുളപ്പടവുകളിലിരുന്ന് അത് കാണാം. നവാബ് ഭരണകാലത്ത് ഈ കുളത്തിൽ ചില വാട്ടർ സ്പോർട്സ് പരിപാടികളും നടന്നിരുന്നു. ഖണ്ഡാഗർ എന്നാൽ ക്ലോക്ക് ടവർ, തലാബ് എന്നാൽ കുളം. ക്ലോക്ക് ടവറിന്റെ സമീപത്തെ കുളം എന്നേ അർത്ഥമുള്ളൂ. എന്നാൽ ആ പേര് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് കൈവന്നത്. ക്ലോക്ക് ടവർ നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ കുളമുണ്ടായിരുന്നു. കുളത്തിന്റെ കരയിൽ തന്നെയാണ് ക്ലോക്ക് ടവർ. ഹുസൈൻബാദ് ക്ലോക്ക് ടവർ എന്നും അറിയപ്പെടുന്നുണ്ട് ഇത്. 67 മീറ്റർ ഉയരമുള്ള ടവറാണ്. യൂറോപ്പിലും മറ്റുമുള്ള വിക്ടറി കോളത്തിന്റെ മാതൃകയിലാണ് അതിന്റെ നിർമ്മാണം. 1881 നിർമ്മിച്ച ക്ലോക്ക് ടവറാണിത്. അന്ന് അവധിലെ നവാബായിരുന്ന നസറുദ്ദീൻ ഹൈദറാണ് ഇത് പണിയാൻ മുൻകൈയെടുത്തത്. ഈ ക്ലോക്ക് ടവർ മുതൽ ചോട്ട ഇമാംബാറയുടെ ഗേറ്റ് വരെ നീണ്ടുകിടക്കുന്ന പാത കല്ല് വിരിച്ച് സുന്ദരമാക്കിയിട്ടിരിക്കുകയാണ്. പക്ഷേ അതിന്റെ ഓരങ്ങളിൽ ഭംഗിയില്ലാത്ത കെട്ടിടങ്ങളും സാധാരണ പെട്ടിക്കടകളുമെല്ലാം കൂടി നിറഞ്ഞു നിൽക്കുന്നു. അതിനാൽ അതിന്റെ ഒരു സൗന്ദര്യം പൂർണ്ണമായിട്ടും നിലനിൽക്കുന്നില്ല.
വഴിയോരത്തെ കടകൾക്ക് ദാരിദ്ര്യഭാവമാണ്. എങ്കിലും ഒരുമാതിരി വൃത്തിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. യാത്ര തുടർന്നു. 4 രാജ്യങ്ങൾ: അൽബേനിയ, ജോർജിയ, എത്യോപ്യ, മാൾഡീവ്സ്. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 11ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 11. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നേരെ മുന്നിൽ അങ്ങകലെ ഒരു നിർമ്മിതി കാണാം. അത് റൂമി ദർവാസ എന്ന് പറയുന്ന ഒരു പടിപ്പുരയാണ്. ദർവാസ എന്നാൽ ഗേറ്റ്. 18ാം നൂറ്റാണ്ടിൽ പണിത നഗര കവാടമാണ്. റൂമി ദർവാസയിൽ എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട്. അതിന് നേരെയാണ് ഞങ്ങൾ പോകുന്നത്. റൂമി ദർവാസയുടെ മുന്നിൽ വണ്ടി നിർത്താൻ പറ്റില്ല. 1784 നവാബ് അസഫ് ഉദൌള നിർമ്മിച്ച കവാടമാണിത്. അവധ് വാസ്തുവിദ്യയുടെ പ്രതീകമായി വിലയിരുത്തപ്പെടുന്ന നിർമ്മിതി. 60 അടി ഉയരമുള്ള കവാടമാണ്. ലഖ്നൗ നഗരത്തിന്റെ ഒരു ലാൻഡ്മാർക്ക് തന്നെയാണ് റൂമി ദർവാസ. ഇപ്പോൾ ഓൾഡ് ലഖ്നൌവിന്റെ ഒരതിര് എത്തി നിൽക്കുന്നത് റൂമി ദർവാസയിലാണ്. അത് കടന്ന് യാത്ര തുടരുമ്പോൾ വലതുവശത്ത് കാണുന്നതാണ് ബഡ ഇമാംബാറ. ഈ മഞ്ഞ നിർമ്മിതി ബഡ ഇമാംബാറയുടെ പടിപ്പുരയാണ്. ബാര ഇമാംബാറ എന്ന് പ്രാദേശികമായി വിളിക്കപ്പെടുന്ന ബഡ ഇമാംബാറയും 18ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്. ഷിയ മുസ്ലിങ്ങളുടെ മതപരമായ ആചാരങ്ങൾക്കുള്ള മന്ദിരമാണ് ശരിക്കും ഇമാംബാറകൾ. അവിടെ ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി നടന്നു. ഇവിടെയും മനോഹരമായിട്ട് കല്ല് വിരിച്ചിട്ടുണ്ട് റോഡിൽ. കുതിരവണ്ടികൾ ടൂറിസ്റ്റുകളെ കാത്തു നിൽക്കുന്നു. ഇതാണ് പടിപ്പുര. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അകത്തേക്ക് ആളുകളെ കയറ്റിവിടുന്നില്ല. എന്തോ ഗവൺമെന്റ് ചടങ്ങ് നടക്കുകയാണ് അകത്ത്. ഗേറ്റിൽ പോലീസുണ്ട്. ഗംഭീരമായ ഒരു കെട്ടിട കോംപ്ലക്സ് ആണ് ബഡ ഇമാംബാറ. ഒരു വലിയ കൊട്ടാരക്കെട്ട് തന്നെ എന്ന് പറയാം. അതിൽ വലിയൊരു മോസ്കും മറ്റുമുണ്ട്. 1780കളിൽ അവധ് രാജ്യത്ത് ക്ഷാമവും പട്ടിണിയും വ്യാപിച്ചിരുന്നു. കൊടും വേനലിൽ കൃഷി നശിച്ചതായിരുന്നു കാരണം. ഈ സമയം ജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നവാബ് അസഫ് ഉദൌള ഇവിടെ ഒരു മന്ദിര സമുച്ചയത്തിന്റെ പണി തുടങ്ങിയത്. അങ്ങകലെ റൂമി ദർവാസ. ഇത് ബഡ ഇമാംബാറയുടെ നൗബത് ഖാനയാണ്. പ്രത്യേക അവസരങ്ങളിൽ പെരുമ്പറ മുഴക്കിയിരുന്ന കെട്ടിടം. അതിനു മുന്നിൽ വെച്ചാണ് ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുന്നത്. ഇവിടെ ചിക്കൻ ക്ലോത്ത് മാർക്കറ്റ് എന്നൊരു സ്ഥലമുണ്ട്. തുണിയിൽ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നവരുടെ മാർക്കറ്റ്. 50 രൂപ കൊടുത്താൽ ഇയാൾ അവിടെ കൊണ്ടുപോയി അതെന്നെ കാണിച്ചിട്ട് വരാമെന്നേറ്റു. ഞാൻ സമ്മതിച്ചു. ഡ്രൈവർ വികാസിനോട് കാറുമായി ഇവിടെ കാത്തിരിക്കാൻ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഓട്ടോയിൽ പോകാം. ചിക്കൻ ക്ലോത്ത് ഉണ്ടാക്കുന്ന കാഴ്ച കാണിക്കാമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. ഇലക്ട്രിക് ഓട്ടോയാണ്. എഞ്ചിൻ ശബ്ദമില്ലെന്നേയുള്ളൂ. നിലത്ത് വിരിച്ച കല്ലിന്റെ മുകളിൽ കൂടി ചാടിച്ചാടി പോകുന്നതിന്റെ ശബ്ദം അസഹനീയമാണ്. റൂമി ദർവാസയുടെ പിൻഭാഗമാണിത്. മുഗൾ ശൈലിയിലാണ് റൂമി ദർവാസയുടെ നിർമ്മാണം. ചുടുകട്ടയാണ് അതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അവധ് ഭരിച്ച നവാബുമാരിൽ പ്രമുഖരെല്ലാം ലഖ്നൗ നഗരത്തോട് പ്രത്യേക താൽപര്യമുള്ളവരായിരുന്നു. ഡൽഹി പോലെയോ ആഗ്ര പോലെയോ മനോഹരമായ ഒരു നഗരമാക്കി ലക്നോയെ മാറ്റുകയായിരുന്നു അവരുടെ ലക്ഷ്യം. റൂമി ദർവാസയുടെ മുന്നിൽ വണ്ടി ഒന്ന് നിർത്താൻ ഞാൻ പറഞ്ഞു. ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. നമ്മൾ അങ്ങനെയാണല്ലോ. പുരാനിർമ്മിതികൾ തകർന്നു കഴിയുമ്പോഴേ നവീകരിക്കാൻ തോന്നുകയുള്ളൂ. ഏതായാലും നല്ല രീതിയിൽ തന്നെ ഇത് പണിയുന്നുണ്ട്. വീണ്ടും വണ്ടിയിൽ കയറി. ചിക്കൻ ക്ലോത്ത് മാർക്കറ്റ് കാണാൻ പോവുകയാണ്. ഇവിടെ അടുത്തു തന്നെയാണത്. 50 രൂപയ്ക്ക് അവിടെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമല്ലോ. അപ്പോൾ അത്ര അകലമേ ഉള്ളൂ. ബിരുദന്മാരായ ചില ഓട്ടോ ഡ്രൈവർമാർ യാത്രക്കാരെ അല്പം വട്ടം കറക്കിയൊക്കെ കൊണ്ടുപോകും. പക്ഷേ ഇയാൾ മര്യാദക്കാരനാണ്. പ്രത്യേകതരം വസ്ത്രങ്ങൾ കയറ്റിയ സൈക്കിൾ റിക്ഷകൾ വഴിയരികിൽ കാണാം. അതൊക്കെ ഈ ചിക്കൻ ക്ലോത്ത് മാർക്കറ്റിലെയാണ്. എന്നെ ഒരു തുണിക്കടയ്ക്കകത്തേക്കാണ് ഓട്ടോക്കാരൻ കൊണ്ടുപോയത്. നെയ്യുന്നിടത്തല്ല. വെറുതെ വെടി പറഞ്ഞ് ജോലിക്കാർ ഇരിക്കുന്ന ആരും ഇന്ന് വന്നിട്ടില്ലാത്ത ഒരു തുണിക്കടയ്ക്കകത്തേക്ക് എന്നെ എത്തിച്ചിരിക്കുന്നു. ഇവിടെ വച്ചിരിക്കുന്നതൊക്കെ ചിക്കൻ ക്ലോത്ത് ആണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്.
അങ്ങനെ ചെല്ലുമ്പോൾ കുറച്ച് സ്ത്രീകൾ വലിയൊരു മെത്ത വിരിച്ചിട്ട് അതിലിരുന്ന് കൈകൊണ്ട് തയ്ക്കുന്നുണ്ട്. സാധാരണ പ്ലെയിൻ തുണിയിൽ ഡിസൈനുകൾ നെയ്തെടുക്കുന്നു. അങ്ങനെയാണ് ലഖ്നൗ ചിക്കൻ ക്ലോത്ത് ഉണ്ടാക്കുന്നത്. ചിക്കൻ കാരി എന്നാണ് ഈ വിദ്യ അറിയപ്പെടുന്നത്. ലഖ്നൌയിൽ പാരമ്പര്യമായി വികസിച്ചു വന്ന ഒരു എംബ്രോയിഡറി ശൈലിയാണിത്. 16-ാം നൂറ്റാണ്ടിൽ മുഗളന്മാരാണ് ഇത്തരം എംബ്രോയിഡറി വിദ്യ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ പത്നി നൂർജഹാൻ ഇത് ലക്നൌവിലെ സ്ത്രീകൾക്ക് കൈമാറുകയായിരുന്നു. വലിയ ക്ഷമ ആവശ്യമുള്ളൊരു ജോലിയാണ്. മുന്നിൽ വിരിച്ചിട്ടിരിക്കുന്ന സാരിയൊക്കെ അത്തരത്തിൽ ഓരോന്നോരോന്നായി ചെയ്തെടുത്തതാണ്. ഒരു സ്ത്രീയെ ഡെമോൺസ്ട്രേഷനു വേണ്ടി ഇരുത്തിയിട്ടുണ്ട്. വാങ്ങാനുള്ള ആളുകളൊന്നും എത്തിയിട്ടില്ല. ടൂറിസ്റ്റുകൾ വരുമ്പോൾ കുറച്ചു കച്ചവടം നടക്കുമായിരിക്കും. ഏതായാലും കുറെ ജീവനക്കാരുണ്ട്. ഒരാൾ എന്നെ ഒരു ജുബ്ബ എടുത്തു കാണിച്ചു. ഇതെല്ലാം ചിക്കൻ വർക്ക് ചെയ്തതാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. വേറൊരാൾ അപ്പോഴേക്കും ഒരു കെട്ട് സാരി കൊണ്ടുവന്ന് മുന്നിലേക്കിട്ടു. ഈ സാരിയൊന്നും വാങ്ങിക്കൊണ്ടു പോകാനുള്ള ഉദ്ദേശം എനിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടൊന്നും തീർന്നില്ല. നിരവധി സാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെടുത്തിട്ടല്ലോ എന്ന കുറ്റബോധത്തോടെ നമ്മൾ എന്തെങ്കിലും വാങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും ഇവർ ഇത്രയും കൊണ്ടുവന്നിട്ടതല്ലേ എന്ന് വിചാരിച്ച് ലഖ്നൌ ചിക്കൻ ക്ലോത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ഒരു സാരി വാങ്ങി. 2000 രൂപ മുതൽ 75,000 രൂപ വരെ വിലയുള്ള സാരികളുണ്ട്. 75,000 രൂപയുടെ സാരി ഒന്ന് കാണട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് ആ സാരി. ഇത് 5 കൊല്ലം കൊണ്ട് നിർമ്മിച്ചെടുത്തതാണെന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത്. 5 വർഷം കൊണ്ടുണ്ടാക്കിയതിന് 75,000 രൂപ കിട്ടിയാൽ മുതലാകില്ലല്ലോ. 25,000, 30,000 രൂപയുടെയൊക്കെ സാരി ഇവിടെയുണ്ട്. കുറെ സാരികൾ ഇത്തരത്തിൽ വർക്ക് ചെയ്ത് അവിടെ അട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വിദഗ്ധരായ തൊഴിലാളികളുടെ എത്രയോ കാലത്തെ അധ്വാനമാണ്. കടയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ വഴിയരികിലും ചിക്കൻ വർക്ക് ചെയ്ത സാരികൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. തെരുവിൽ സാധാരണ ഉത്തരേന്ത്യൻ പലഹാരങ്ങൾ വിൽക്കുന്ന കടകൾ, പൂജാദ്രവ്യങ്ങൾ, മധുര പലഹാരങ്ങൾ, പൂക്കൾ. രസകരമായ ഒരു കാര്യമുണ്ട്. ഒരു പെട്ടിയിൽ ലഡു എണ്ണിവെക്കുന്നു. എന്നിട്ട് അതിനകത്ത് ഒരു പൂവും വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുള്ളതാണോ എന്ന് സംശയം തോന്നി. ഓട്ടോക്കാരൻ വണ്ടി അല്പം മാറിയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ ചെന്ന് കയറി. തിരിച്ചു പോകുമ്പോൾ ലഖ്നൗ നഗരത്തിന്റെ പ്രാകൃത രൂപഭാവങ്ങളൊക്കെ കാണാം. ഒരു അടുക്കും ചിട്ടയും ഇല്ലായ്മ. ഇന്ത്യൻ നഗരങ്ങളുടെ എല്ലാം രൂപഭാവങ്ങൾ ഇതാണല്ലോ. ഒരച്ചടക്കമില്ലായ്മ. എത്ര വികസനം വന്നാലും നമ്മുടെ രാജ്യത്തെ എല്ലാ ഭാഗത്തുമുണ്ട്. പോസ്റ്ററും ബാനറുമൊക്കെ നിറഞ്ഞ വഴിയോരങ്ങൾ, പൊട്ടിപ്പൊളിഞ്ഞ ഓടകൾ, കുതിരവണ്ടികളൊക്കെയുണ്ട് നിരത്തിൽ. നേരത്തെ കണ്ട ബെഡ ഇമാംബാറയുടെ ഭാഗമായ കെട്ടിടങ്ങളൊക്കെയാണ് അക്കാണുന്നത്. അതിന്റെ പിൻഭാഗമൊക്കെ വൃത്തിയായിട്ടിട്ടിരിക്കുന്നു. അവിടെയൊന്ന് കയറാൻ പറ്റിയില്ല എന്നുള്ളത് വലിയ സങ്കടമായിപ്പോയി. ബെഡ ഇമാംബാറയുടെ ഭാഗമായിട്ടുള്ള മോസ്കും കാണാം. അവിടെ നിന്ന് യാത്ര തുടർന്നു. മോസ്കും കൊട്ടാര സമാനമായ കെട്ടിടങ്ങളും നീളൻ ഇടനാഴികളും ഒരു പടിക്കിണറും കുളവുമെല്ലാമുണ്ട് ബെഡ ഇമാംബാറ കോംപ്ലക്സിൽ. ഞങ്ങൾ തിരിച്ച് ബെഡ ഇമാംബാറയുടെ പ്രധാന ഗേറ്റിന് മുന്നിലേക്കെത്തി. അവിടെ നിന്ന് വികാസിന്റെ കാറിലേക്ക് ചെന്നു കയറി. ഇനി ഇവിടെ നിന്ന് പോവുകയാണ്. കാരണം ബെഡ ഇമാംബാറയുടെ അകത്തു കയറി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് വലിയൊരു നഷ്ടമായിപ്പോയി. 18-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ 5 ലക്ഷം രൂപ ചെലവിട്ടാണ് ബെഡ ഇമാംബാറ നിർമ്മിച്ചത്. 10 ലക്ഷം രൂപ ചെലവായതായി മറ്റൊരു കണക്കുമുണ്ട്. 1785 മുതൽ എല്ലാ വർഷവും നവാബുമാർ വലിയൊരു തുക അതിന്റെ അറ്റകുറ്റപ്പണികൾക്കും അലങ്കാരങ്ങൾക്കുമായി ചെലവഴിച്ചു പോന്നിരുന്നു. വലിയൊരു പ്രദേശമാകെ വ്യാപിച്ചു നിൽക്കുകയാണ് ബെഡ ഇമാംബാറ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് റെസിഡൻസി കാണാനാണ്. ലഖ്നൌവിലെ ഒരു പ്രധാന ചരിത്രശേഷിപ്പാണ് ലഖ്നൗ റെസിഡൻസി. ബ്രിട്ടീഷ് റെസിഡൻസി എന്നും അതറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാരുടെ ലഖ്നൌവിലെ ആസ്ഥാന കേന്ദ്രമായിരുന്നു അത്. ബ്രിട്ടീഷ് റെസിഡന്റ് ജനറലിന്റെ വസതിയും ഭരണകാര്യാലയങ്ങളുമൊക്കെ അതിൽ ഉൾപ്പെടുന്നു. ഇവിടുത്തെ അടൽ ബിഹാരി വാജ്പേയി സയന്റിഫിക് കൺവെൻഷൻ സെന്ററാണ് ആ കാണുന്നത്. അടൽ ബിഹാരി വാജ്പേയി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായ കൺവെൻഷൻ സെന്റർ. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് യൂണിവേഴ്സിറ്റി.
അവിടവും പിന്നിട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 130 കിലോമീറ്റർ പോയാൽ അയോധ്യയിലെത്തും. ലഖ്നൗ ഒരു കാലത്ത് ഒരു രാജനഗരമായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ ഇതിനെ അവരുടെ റെസിഡൻസിയാക്കി മാറ്റി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലഖ്നൗ റെസിഡൻസി ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. അന്ന് വലിയ കലാപങ്ങളും ഉപരോധവുമെല്ലാം ഇവിടെ നടന്നു. റെസിഡൻസിയോട് അടുക്കുമ്പോൾ ഒരു പ്രശ്നം. വഴി മുഴുവൻ ബ്ലോക്കായിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് പിടികിട്ടിയില്ല. അരമണിക്കൂർ നേരം വണ്ടിയിലിരുന്നു. കുരുക്കഴിയുന്നില്ല. ട്രാഫിക് ബ്ലോക്ക് എപ്പോൾ മാറുമെന്നറിയാതെ റെസിഡൻസിയിലേക്ക് പോകാനുള്ള ഊഴവും കാത്ത് ഞാൻ അങ്ങനെയിരുന്നു.